സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇന്നും നാളെയും സാധാരണയിലും അധികം താപനില അനുഭവപ്പെടും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ചേരുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമുക്കറിയാം ദേവിക, ഇപ്പോൾ ചൂടുകാലം ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പോലും പൊള്ളുന്ന ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ കൂടിയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർമാരുടെയൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. നമുക്ക് സൺ ടാൻ ഏൽക്കാതിരിക്കാനും മറ്റ് എനിക്ക് തോന്നുന്നു ചർമ്മരോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ചൂട്. മാത്രമല്ല, ഈ നിർജ്ജലീകരണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആരോഗ്യ സംബന്ധമായി അത് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കും. എന്തായാലും നമുക്ക് ടിൻഡുവിനോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ടിൻഡു, സംസ്ഥാനത്ത് താപനില 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. വലിയ ചൂടാണ്. അതിനിടയിൽ ഇനി കനത്ത ചൂടിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ള സൂചന തന്നെയാണോ? തീർച്ചയായിട്ടും രോഹിണി, സംസ്ഥാനത്ത് ഈ 2 ഡിഗ്രി വരെ ചൂട് വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സംസ്ഥാനത്ത് ഏതാണ്ട് 3 ഡിഗ്രി വരെ ചൂട് വർദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് എന്തായാലും സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചൂട് ലഭിച്ചിരുന്നത് പുനലൂരും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂരും കണ്ണൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് ലഭിച്ചിരുന്നത്. 33 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷവും അതോടൊപ്പം തന്നെ ഈ പോയ സമയങ്ങളിലൊന്നും വലിയ രീതിയിലുള്ള മഴ ലഭിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൻ്റെ ആർദ്രത കൂടുതലാണ്. രാവിലെയും അതോടൊപ്പം തന്നെ സന്ധ്യാസമയങ്ങളിലും ആർദ്രത കൂടുതലായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ചൂട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇന്നും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിൽ അല്ലെങ്കിൽ ചൂട് നേരിട്ട് ഏൽക്കുന്ന ജോലികൾ ചെയ്യുന്നത് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിർമ്മാണ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ മറ്റ് ഈ വെയിലുമായി അല്ലെങ്കിൽ ചൂടുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിലുള്ളവരൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക, സൂര്യാഘാതം അതോടൊപ്പം തന്നെ ഈ സൂര്യരശ്മികൾ കൊണ്ടുള്ള പൊള്ളലൊക്കെ ഏറ്റുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഈ ചൂട് സമയത്ത് കുടിക്കരുത്. അതോടൊപ്പം ഈ ശീതളപാനീയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ അതോടൊപ്പം തന്നെ ചായ, കാപ്പി തുടങ്ങിയവയൊക്കെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നവർ അത്തരത്തിലുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി നിർജ്ജലീകരണം ഒഴിവാക്കാനായി വെള്ളം കുടിക്കുക എന്നൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പൊള്ളലുകൾ ഏറ്റാൽ ചികിത്സാ സഹായം തേടണമെന്നും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം, അതായത് 2025 പൊതുവെ മഴ കുറവാണെന്നുള്ളൊരു വിവരവും കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മതിയായ രീതിയിലുള്ള കാലവർഷം ലഭിച്ചിട്ടില്ല, മതിയായ രീതിയിലുള്ള തുലാവർഷം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏതാണ്ട് 3 പ്രാവശ്യത്തോളം സൂര്യതരംഗം ഏറ്റൊരു സംസ്ഥാനവും കൂടിയാണ്. പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലും തൃശ്ശൂരും വലിയ രീതിയിലുള്ള സൂര്യതരംഗമൊക്കെ ഏറ്റിട്ടുണ്ട്. അതുപോലെ സമാനമായ രീതിയിൽ തന്നെ ഈ വർഷവും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ഇന്നും നാളെയൊക്കെ സംസ്ഥാനത്ത് 2 ഡിഗ്രി വരെ ചൂട് വരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിലും കണ്ണൂരുമാണ് ഏറ്റവും കൂടുതൽ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലായി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ വൈദ്യസഹായം തേടണമെന്നും ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത്. ടിൻഡു, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ കൊണ്ടത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, സ്കൂളുകൾ അടക്കം ഇനി വേനൽക്കാല അവധിയിലേക്ക് പോകാൻ 1.5 മാസത്തോളം ശേഷിക്കുന്നുണ്ട്. ഈ കൊടും ചൂടിനെ അവർക്ക് അതിജീവിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കടുത്ത ചൂട് വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സംസ്ഥാനത്ത് ജലക്ഷാമം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ചൂടുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, സംസ്ഥാനം നേരിടുന്ന മറ്റ് പ്രതിസന്ധികൾ വേറൊരു ഭാഗത്ത് ഒക്കെ നിൽക്കുമ്പോൾ എല്ലാ വകുപ്പുകളും ഒരു സമഗ്രമായ കൂടിയാലോചനയ്ക്ക് അടിയന്തരമായി തയ്യാറെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ?
തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളായിട്ടൊക്കെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത് ഈ ചൂട് കൊണ്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട മുൻകരുതലുകൾ ഈ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ളൊരു കുറിപ്പ് ലഭിക്കുകയല്ലാതെ ഇത്തരത്തിൽ മറ്റു വകുപ്പുകൾ ചേർന്നുകൊണ്ടൊരു ഏകോപനം അല്ലെങ്കിൽ മറ്റു വകുപ്പുകൾ ചേർന്നുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത്തരത്തിൽ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ടൊരു നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ ഈ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് അത് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ, അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഈ ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ഏകോപന പരിപാടികളും സംഘടിപ്പിച്ചില്ല എന്നത് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിലുറപ്പ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവരുടെ അവസ്ഥയാണ്. അവർക്ക് പോലും ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ ചൂടുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾക്കുള്ള ഒരു അത്തരത്തിലുള്ളൊരു മുൻകരുതലുകൾ നൽകാനോ ഇവർക്ക് സാധിക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സമയങ്ങളിൽ ക്രമീകരണം വരുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഇത്തരത്തിൽ ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ സ്കൂൾ അസംബ്ലി പോലുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതികളൊക്കെ ആരംഭിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലുകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ ആരംഭിച്ചിരുന്നു എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് ആരംഭിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആരംഭിച്ചിട്ടത് മുന്നോട്ട് പോയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വലിയ രീതിയിലുള്ള ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ കാര്യമായിരിക്കും ഒരു പക്ഷേ ഈ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന സംസ്ഥാനം വലിയ രീതിയിലുള്ള വരൾച്ചയെ ഏകോപനവും നടത്തിയിട്ടില്ല മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം സംസ്ഥാനം ഒരു വലിയ രീതിയിലുള്ളൊരു വരൾച്ചയെ നേരിടുന്നു എന്നുള്ളത് ഒരു റിപ്പോർട്ട് വന്നതാണ്. 10 വർഷങ്ങൾക്ക് ശേഷമുള്ള എല്ലിനോ ലാനിനോ പ്രതിഭാസങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിൽ കേരളത്തിലാണ്. നമുക്കറിയാം നമ്മൾ 0 ഡിഗ്രിയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു വിലയിരുത്തലും ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതൊരു പ്രതിരോധിക്കാനായിട്ട് സമയക്രമീകരണം അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇവയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വരുന്ന കാലങ്ങളിൽ നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ഇനിയൊരു സ്കൂൾ അടവ് കാലഘട്ടമാണ് വരുന്നത്. ഈ 2.5 മാസ കാലമെന്ന് പറയുന്നത് വരൾച്ചയുടെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ എങ്ങനെ നേരിടുമെന്നൊരു കാര്യത്തിൽ സർക്കാരിന് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. കുടിവെള്ള ലഭ്യതയൊക്കെ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. മഴ ലഭിച്ചിട്ട് പോലും ശുദ്ധജലം ലഭിക്കാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഒരുപക്ഷെ ചൂടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് രോഹിണി. ശരി ടിൻഡു, എന്തായാലും സംസ്ഥാനത്ത് ഇന്നും നാളെയും അധിക താപനില തന്നെയായിരിക്കും. സാധാരണയേക്കാൾ കൂടിയ താപനില, അതും 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ടിൻഡു ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.